എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ചയും ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. കാന്ത, ഡൈസ്, ബൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കുട്ടം പുരുതവൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. പശുപതി, സിദ്ധാർത്ഥ്, ലക്ഷ്മി പ്രിയയാണ് സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സീരീസ് ഇന്ന് രാത്രിയാണ് സോണി ലീവിൽ OTT റിലീസ്. മലയാളം ഭാഷയിലും ഇന്ന് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് റിവോൾവർ ഹൃദയ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. കീർത്തി സുരേഷാണ് നായിക. തിയേറ്ററുകളിൽ സിനിമ ഫ്ലോപ്പാണ്. ഈ ചിത്രം ഡിസംബർ മാസം 25-ന് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദുൽപട്ട് പോലീസ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. ഈ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ആഹ വീഡിയോസിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഗേൾ ഫ്രണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രശ്മിക മന്ദാര നായിക സിനിമയാണ് ദി ഗേൾ ഫ്രണ്ട്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. നെറ്റ്ഫ്ലിക്സിലാണ് ദി ഗേൾ ഫ്രണ്ടിൻ്റെ റിലീസ്. മലയാളം ഭാഷയിലും ഇന്ന് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്റ്റീഫൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഡയറക്റ്റ് OTT മൂവിയാണ് സ്റ്റീഫൻ. ഈ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രാട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഇത്തിരി നേരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. റോഷൻ മാത്യു ആണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഇത്തിരി നേരം. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഫെമിനിച്ചി ഫാത്തിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം 12-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷൻ ബൾട്ടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമ ഡിസംബർ മാസത്തിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് നേടിയത്. മമ്മൂട്ടി നായകനായതുകൊണ്ട് നല്ല ഹൈപ്പിലാണ് ഡൊമിനിക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു. ഇതുവരെ OTT റിലീസാവാത്തത് കൊണ്ട് ഡൊമിനിക് ഇനി റിലീസാകില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതുവരെ റിലീസ് ചെയ്ത് പുറത്തു വന്നിട്ടില്ല. ഡിസംബർ മാസം ക്രിസ്മസിനായിരിക്കും ഡൊമിനിക് സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. സിനിമ ഇറങ്ങി കുറേ കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഡിസംബർ മാസത്തിലായിരിക്കും നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖറിൻ്റെ ഒരുവിധം എല്ലാ സിനിമയും വിജയിക്കാറുണ്ട്. എന്നാൽ കാന്ത സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. നല്ല അഭിപ്രായം സിനിമ നേടിയെടുത്തുവെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കാന്ത സിനിമ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സ് ആണ് കാന്ത സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 12-നാണ് കാന്ത സിനിമയുടെ റിലീസ്. ഇതൊരു തമിഴ് സിനിമയായതുകൊണ്ട് എല്ലാ ഭാഷയിലുമായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ കാന്ത സിനിമ വരുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി എല്ലാ ഭാഷയിലും കാന്ത റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എക്കോ. എല്ലാവരും നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് പറഞ്ഞത്. സന്ദീപാണ് സിനിമയിലെ നായകൻ. കിഷ്കിൻകാണത്തിൻ്റെ ടീമാണ് എക്കോ സിനിമ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ എക്കോ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനാണ് എക്കോ സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഡൈസറ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്ററായ സിനിമയാണ് ഡൈസറ. പ്രണവ് മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡൈസ സിനിമയുടെ OTT 3 ടീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. മനോരമ മാക്സ്, ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം. ഈ 3 ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. ജിയോ ഇന്നലെ തന്നെ OTTയുടെ ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു.
ഡൈസ് സിനിമ ജിയോയിൽ മാത്രം പാൻ ഇന്ത്യനായിട്ടാണ് വരുന്നത്. എല്ലാ ഭാഷയിലും ജിയോയിൽ കാണാം. അങ്ങനെ ഡൈസ് സിനിമ ഇന്ന് രാത്രി OTTയിൽ എത്തുകയാണ്. ഒരുപാട് സർപ്രൈസ് സിനിമകളും ഇന്ന് രാത്രി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.